ഹേ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് അതായത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര അമേസിങ് ആയിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല, എൻ്റെ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ്. സോ ഞാൻ എഴുന്നേറ്റു, ഫ്രഷായി, ചായയും കാപ്പിയൊന്നും കുടിക്കില്ല. പിന്നെ ഇതാ കുറച്ച് പെറ്റ്സ് ഉണ്ട്, നമുക്ക് കുറച്ച് പൂച്ചക്കുട്ടികളും നായ്ക്കുട്ടികളൊക്കെ ഉണ്ട്. നായ്ക്കുട്ടികൾക്ക് അമ്മ ഫുഡൊക്കെ കൊടുത്തു, പൂച്ചക്കുട്ടികൾക്ക് ഞാനും ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അവർ ഇവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിൽ മുസമ്പി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുസമ്പി പറിക്കാമെന്ന് വിചാരിച്ചു. ഒരു 2-3-4 ഇയർ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഈ സമയമാകുമ്പോൾ മുസമ്പി ഉണ്ടാവും. എൻ്റെ ഒരു എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ചേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പത്തെ പ്രാവശ്യം കുറേ കൂടുതലുണ്ടായി. ഇപ്രാവശ്യം കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. എന്നാലും അതിങ്ങനെ കളറൊക്കെ ചേഞ്ചായി എന്ന് പറഞ്ഞിട്ട് അമ്മ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്നത് മാതിരി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ മാത്രമാണ് ഞാൻ ഈ തോട്ടത്തിലോട്ട് ഇറങ്ങാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി അത് പറിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ എന്ന്. അപ്പോൾ നമുക്ക് പോയി പറിച്ചാലോ? ഇതായിട്ട് നമ്മൾ നടന്നു പോകുന്ന വഴി ഇതൊക്കെയാണ്. നമ്മൾ പൂച്ചക്കുട്ടികളുടെയും നായ്ക്കുട്ടികളുടെയും നമ്മുടെ വീട്ടിലുള്ള കുറേ പെറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് വേണം നമുക്ക് വരാൻ. എല്ലാം കൂടെ ഓടിപ്പിടിച്ച് നമ്മുടെ കൂടെ വരും. അപ്പോൾ നമ്മൾ എന്താ പറയുക, വരുന്നുണ്ടോ എന്ന് നോക്കിയാണ് അവിടുന്ന് എസ്കേപ്പ് ആവുന്നത്. കാരണം ഒരാൾ വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും നമ്മുടെ പുറകെ ഓടി വരും. വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനും പറ്റില്ല ഇടയിൽ കൂടെ ഇങ്ങനെ വന്നിട്ട്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ, ഇതാണ് നമ്മുടെ മുസമ്പി മരം. 2 എണ്ണമാണ് ഉള്ളത്. ഒന്ന് ഇതും മറ്റേത് തൊട്ടപ്പുറത്തുണ്ട്. ഈ ഇപ്പുറത്താണ് ഉണങ്ങി നിൽക്കുന്നത് നമ്മുടെ നാരങ്ങയായിരുന്നു. നിറയെ നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ എക്സ്പയറി കഴിഞ്ഞെന്ന് തോന്നുന്നത് മൊത്തം കരിഞ്ഞു പോയിരിക്കുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇതാണ് സെക്കൻഡ് വൺ. ഇതിനകത്ത് കുറച്ചും കൂടെ അടുത്ത് നമുക്ക് കയ്യിൽ കിട്ടുന്ന രീതിയിൽ കുറച്ച് എണ്ണ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, കണ്ടോ. പക്ഷെ അതൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. മുകളിൽ നോക്കിയപ്പോൾ മുകളിലും കാര്യമായിട്ട് ഈ മരത്തിലായിട്ടില്ല. പക്ഷേ ഇപ്പുറത്തെ മരത്തിലാണ്, ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് മരത്തിലാണ് കുറച്ചും കൂടെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ചുറ്റുള്ളൊരു ആംബിയൻസ് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ അവിടെയുള്ള ഒരിത് മൊത്തം റബ്ബറും കാര്യങ്ങളൊക്കെയാണ്. അപ്പുറേ സൈഡ് കൂടെ റോഡാണ്. പക്ഷേ ഇതൊരു വില്ലേജാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്ഥലമാണ്. ഇങ്ങനെ അതിലേതിലേക്ക് നമുക്ക് നടന്നു വരാം. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ പന്നികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കുണ്ടാവുന്ന തേങ്ങ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അവർ പറിച്ചിട്ടു, മീൻസ് കഴിക്കും കേട്ടോ. അങ്ങനെ അമ്മ അത് പറിക്കാനായിട്ട് വന്നു. കുറേ ഒന്നും കിട്ടിയില്ല, കുറച്ച് കിട്ടി. കണ്ടോ, അമ്മ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ പ്രത്യേകം എന്നോട് പറഞ്ഞിരുന്നു അമ്മയെ കാണിക്കരുതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അമ്മയെ കാണിക്കാതിരിക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞാൽ വരുമായിരിക്കും. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അമ്മയെ കാണിക്കാതിരുന്നത്. പിന്നെ അത് നമ്മളിങ്ങനെ പറിച്ചു. കുറച്ച് 2 എണ്ണമൊക്കെ നല്ലതായിട്ട് മഞ്ഞ കളറുള്ളതുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ചെറിയൊരു കളർ ചേഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. കിട്ടേണ്ട താമസം, നമ്മൾ എന്തായാലും കഴിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പറിച്ച് താഴെയിട്ട്, പക്ഷെ പറിക്കുന്ന ഇടയ്ക്ക് ഒന്ന് പൊട്ടിയിട്ടോ, ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് കഴിക്കും. കണ്ടോ, ഇങ്ങനെ പൊട്ടി വന്നു. അപ്പോൾ പക്ഷെ എന്നാലും നമ്മുടെ ഓർഗാനിക്കായിട്ടുള്ള മുസമ്പിയാണല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പം നമ്മളിതെല്ലാം പക്ഷേ അമ്മ പറിച്ചതിന് അമ്മ അങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് ഇട്ടത്, വീഡിയോ എടുക്കണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കുണ്ട് നമ്മുടെ പോപ്പി നമ്മുടെ പെറ്റാണ്. അവൻ കുറേ നേരം കരയുന്നു. അപ്പം നമ്മൾ അവനായിട്ട് ഇങ്ങനെ വന്നു. അവൻ ചുമ്മാ രാവിലെ നമ്മളെ പണീനെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടിലാണ്. ഭയങ്കര ക്രേസിയാണ്, കണ്ടോ. അപ്പോൾ അവനിങ്ങനെ പുറത്ത് പോകണം, അതിനുള്ള ഇതായിരുന്നു. കൊണ്ടുവന്നപ്പോൾ അവന് പോകണ്ട. അപ്പോൾ അവരിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നതാണ്. അപ്പോൾ അവന് കുറച്ച് വേറെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു. പക്ഷെ ഒരു നാൾ വരാതായപ്പോൾ പിന്നെ അമ്മ അവനെ വിളിച്ചു. അവൻ കേൾക്കാത്ത പോലെ നിന്നിട്ട് അവിടുത്തെ ഒരു കമ്പെടുത്ത് പറിച്ച് അവൻ ഇങ്ങോട്ട് വരാൻ നിൽക്കുക. കാരണം അവൻ എന്തെങ്കിലുമൊക്കെ വേണം. ഇങ്ങനെ ഭയങ്കര ക്രേസിയാണ് അവൻ, കണ്ടോ. പിന്നെ അവൻ പറയുന്നതും ചെയ്യുന്നതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൊള്ളാം, അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ ഇരുന്നത്. പുള്ളി അത് കുറച്ച് നേരം കടിച്ചു. പിന്നെ അതിന് ഏതാണ്ടൊക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിനെ അവിടെ ഇരുന്നു. അല്ല, നമ്മൾ പറയുകയാണ് പോപ്പി നീ അത് ചെയ്യേണ്ട കേട്ടോ, വാ നമുക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ജന്മത്തിലുണ്ടെങ്കിൽ നമ്മുടെ കൂടെ വരത്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മ അവനെ വിളിച്ചു. കണ്ടോ, അമ്മ വിളിച്ചപ്പോൾ പുള്ളി മെല്ലെ നടന്നു. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഈ രാവിലെ സമയങ്ങളിൽ ഇവരുടെ കൂടെയൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ മിക്കവാറും. നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ ചെയ്യണം എന്നുള്ള ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. ഇവരിങ്ങനെ ചിലപ്പോൾ കരയും, നമ്മളോട് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറയും. ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇവരുടെ പെറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ അങ്ങോട്ട് കുളിച്ചു കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് സ്കിൻ കെയർ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അവിടെ ഗുഡ് വൈബ്സിൻ്റെ ഒരു ടോണറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സ്കിൻ കെയറിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണിങ് ആണല്ലോ. ഇതിൻ്റെ ഗ്ലോ ടോണർ റോസിൻ്റെ ഒരു ഇതായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാനിവിടെ
ഒരു സെറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡീകൺസ്ട്രക്റ്റിൻ്റെ പോർ ക്ലെൻസിങ് സെറാണ്. നല്ല അടിപൊളി സെറാണ് കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഓപ്പൺ പോർസ് ആയിരുന്നു, ഭയങ്കര വലിയ ഓപ്പൺ പോർസ് അല്ലാതെ കുഞ്ഞുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അതിങ്ങനെ അതിൻ്റെ ആ ഒരു സൈസ് കുറച്ചും കൂടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്കറിയാം നമ്മൾ ഡെഫിനറ്റ്ലി ഒരു ടോണിങ് ചെയ്തു, പിന്നെ ഒരു സെറം യൂസ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യണം, നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമല്ലോ. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ അക്വലോജിക്കയുടെ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. നല്ല അടിപൊളി മോയ്സ്ചറൈസറാണ്. കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ് കേട്ടോ അതിലുള്ളത്, പക്ഷേ നല്ല അടിപൊളിയാണത്. ഇപ്പോൾ ഇവിടെ പാലക്കാട് എന്ന് പറയുന്നത് ഒരു ഭയങ്കര കാറ്റുകാലമാണ്. അപ്പോൾ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയും ഫ്ലേക്കി ആവുകയൊക്കെ ചെയ്യും. പക്ഷെ അതിന് അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു മോയ്സ്ചറൈസറാണ്. ഞാൻ വേണമെങ്കിൽ നമുക്കൊരു റെക്കമെൻഡേഷൻ വേണമെങ്കിൽ പറയാം. അത്രയും നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അത് നമ്മുടെ ഫേസിലും നെക്കിലും ചെവിയിലും ഇയറിലും ഇടാൻ മറക്കാതെ നമുക്കത് ചെയ്യാം. കാരണം കാലാവസ്ഥ അവിടുത്തെ അത്രയും മോശമാണ്. മോശം എന്ന് പറഞ്ഞാലും പോലെ അത്രമാത്രം മോശമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്കറിയാം ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു സൺസ്ക്രീനാണ്. അതും ഞാനിവിടെ എക്കോലോജിക്കയുടെ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എക്കോലോജിക്കയുടെ ഒരു ചെറി ടൊമാറ്റോ ആൻഡ് ഹൈലൂറോണിക് ആസിഡ് എന്നുള്ളൊരു ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഡീടാൻ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഈ സൺസ്ക്രീനിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ടു ബ്ലെൻഡാണ്, വൈറ്റ് കാസ്റ്റ് ഇല്ല, അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളും, അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര കൺവീനിയൻ്റ് ആണ് കേട്ടോ. എപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ 2 ഫിംഗർ അല്ലെങ്കിൽ 3 ഫിംഗർ റൂളിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. എപ്പോഴും 40+ ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്താൽ അത്യാവശ്യം നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി എടുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കിതിന് റിസൾട്ട് കിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലിപ് കെയർ ആയിട്ട് ഡോട്ട് ആൻഡ് കീയുടെ ഗ്ലോസ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രോബെറി ക്രഷ്, അതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നല്ല മോയ്സ്ചറൈസറാണ് ലിപ്പിന്. മാത്രമല്ല അത് SPF 30 ആണ്. പിന്നെ കുറച്ച് ടിൻ്റ് ഉണ്ട് കേട്ടോ, ഒരു റെഡ് കളർ ഉണ്ട്. ടിൻ്റ് ഇഷ്ടമുള്ള, ലിപ്സ്റ്റിക്ക് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ലിപ്സ്റ്റിക്കിന് പകരമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഹെയറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തു. പ്രത്യേകിച്ച് ഹെയറിലൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കാരണം ഇന്ന് ഞാൻ എണ്ണ തേച്ചാണ് കുളിച്ചത്. ഷാമ്പു അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഹെയർ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഹെയർ ഒന്ന് ഓപ്പൺ ആക്കി കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് പുറത്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പുറത്ത് പോയിട്ട് ഞാനും വാവയും കുക്കും കൂടിയിട്ടാണ് പോയത്. ഈവനിങ് ആണ് പോയത്. ഈവനിങ് പോയപ്പോൾ കുക്കുണ്ടായിരുന്നു. നമ്മൾ അവൾ ക്ലാസ് കഴിഞ്ഞ് വന്നു. പിന്നെ നമ്മൾ മസാല ദോശയൊക്കെ കഴിച്ചു കേട്ടോ. ഇവിടെ അടുത്ത് തിരുവല്യാമല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാട്ടോ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ വന്നു. അപ്പോൾ എൻ്റെ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ആ ക്ലിപ്പും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ മിച്ചു കേട്ടോ. ഇവൾക്ക് ആക്ച്വലി ഒട്ടും വയ്യായിരുന്നു കുറേ ദിവസം. ഇതുണ്ടോ ഈ ഫേസിലായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിലൂടെ ഈ ക്ലിപ്പ് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇവൾക്ക് മെഡിസിനൊക്കെ വാങ്ങിക്കാനാണ് നമ്മൾ തിരുവല്ലാമലയിൽ പോയത് കേട്ടോ. അവൾക്ക് സ്പോട്ട് ഓൺ ട്രീറ്റ്മെൻറ്റും പിന്നെ ടാബ്ലറ്റൊക്കെ കൊടുത്തിട്ടാണ് ഒന്ന് സെറ്റായത്. മൊത്തം സ്കിൻ ഇൻഫെക്ഷൻ ആയിരുന്നു. ഇവളുടെ ഇൻഫെക്ഷൻ വേറെയുള്ള കിറ്റനും കൂടി വന്നു. അത് എനിക്കും കൂടെ സ്പ്രെഡായിട്ടോ. അപ്പം അങ്ങനെ പെറ്റ്സിന് എപ്പോഴും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇവളുടെ ഒരു ഫോട്ടോ ഞാൻ എവിടെയെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അതിപ്പോൾ ഇവൾ നല്ലതായിട്ട് നമ്മളായിട്ട് നല്ല കമ്പനി കണ്ടോ, ഭയങ്കര സ്നേഹമാണ് ഇവൾക്ക് കേട്ടോ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ വിചാരിച്ചു ശരി നമുക്കൊരു മെമ്മറി ആണല്ലോ, അപ്പോൾ ഇവളുടെയും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞിട്ട് 1 വീക്ക് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള കുസൃതിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് വിരിക്കണ്ട, അതുപോലെ അവളുടെ വീഡിയോ എടുക്കണം. അവൾ ഓട്ടി വന്ന് എൻ്റെ ക്യാമറയിലൊക്കെ തല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് റീകവർ ചെയ്തു. അതിൽ നമുക്ക് എന്താ പറയുക, ഇവിടെ നമ്മൾ പെറ്റ് സെൻട്ര എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് കേട്ടോ. അവരാണ് നമ്മളെ പൂച്ചക്കുട്ടിയെ ഇത്ര നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തത്. തിരുവല്ലാമലയിൽ തന്നെയാണ്. നിങ്ങൾ ഭയങ്കര പെറ്റ് ലവറാണ്, നിങ്ങൾ പെറ്റ്സിന് ടോയ്സും മെഡിസിൻസും ഒക്കെ നോക്കണമെങ്കിൽ നമുക്ക് ആ ഷോപ്പിൽ പോവാം കേട്ടോ. നല്ല സർവീസാണ്, അടിപൊളിയാണ് കേട്ടോ. പിന്നെ അവളുടെ കളി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഞാനതിങ്ങനെ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. എനിക്ക് പെറ്റ്സിൽ വെച്ചിട്ട് ഏറ്റവും എനിക്കിഷ്ടം ക്യാറ്റിനെയാണ്. മറ്റുള്ളവരെ ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ നമുക്ക് കുറച്ചും കൂടി നമുക്കൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവുമല്ലോ, അത് നമ്മുടെ ക്യാറ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് വാവയ്ക്കും എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ നമ്മളൊന്നും ആലോചിച്ചില്ല, ഞാനും വാവയും കുക്കും കൂടെ വീണ്ടും പുറത്ത് പോയി കേട്ടോ. എന്നിട്ട് ആധാറൊക്കെ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള പേരിൽ പോയിട്ട്
പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. ഞാൻ അൽഫാമാണ് കഴിച്ചത്. അവൾ ഫ്രൈഡ് റൈസ് കഴിച്ചു, കുക്കു പൊറോട്ടയും എഗ് കറിയും കഴിച്ചു കേട്ടോ. അങ്ങനെ ഇന്നത് നമ്മുടെ ഡേ ഇൻ ലൈഫ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കയറി നിൽക്കുമ്പോഴാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഇവളിങ്ങനെ ഇവിടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് നമ്മൾ പർച്ചേസൊക്കെ ഞാൻ ഐസ്ക്രീം കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ട് ഇവളിങ്ങനെ നമ്മുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു ബിസ്ക്കറ്റ് അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് വന്നു കേട്ടോ. ഇവിടെ എല്ലാവരായിട്ടും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കാരണം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞൊരു ടീ ഷോപ്പുണ്ട്. ആ വരുന്ന ആളുകളെല്ലാം അവൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് നമ്മളായിട്ട് കണ്ടോ വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ അടുത്തേക്ക് ഓടിയൊക്കെ വരുന്നുണ്ട്, അങ്ങനെ ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതോടെ നമ്മൾ അവിടെ നിന്ന് വന്നു.